അച്ചൻകോവിൽ വനത്തേക്കോട്ടുള്ള യാത്രയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ബോഷി അലക്സർ. ഡേഞ്ചർ യാത്രയാണ്. നമുക്കെതിരെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ മനോഹരമാണ് കേട്ടോ. ഭയങ്കര അടിപൊളി സംഭവം എന്നുവെച്ചാൽ കേട്ടോ. കുറേ ചേട്ടന്മാർ കാറൊക്കെ ഇട്ടിട്ട് ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. വനമേഖല, വനപാത എന്നാണ് പറയുന്നത്. കാനനപാത എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ ഭയങ്കര ഡേഞ്ചർ കേട്ടോ. ചീവീടിൻ്റെയൊക്കെ ശബ്ദം ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് യാത്രയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ആശങ്ക ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. കാരണം ഈ യാത്രയിൽ എപ്പോൾ വേണമെങ്കിലും ആനകൾ നമ്മുടെ മുന്നിൽ കൂടെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ, അതായത് ഈ കാട്ടിലേക്ക് കയറിയപ്പോൾ, ഈ അച്ചൻകോവിൽ ഈ കാട്ടിലേക്ക് നമ്മൾ കയറിയപ്പോൾ അവിടുത്തെ ഫോറസ്റ്റർ പറഞ്ഞത്, അവിടെ നിൽക്കുന്ന പുള്ളി നമ്മളെ ചെക്ക് ചെയ്തിട്ട് ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് പോകട്ടെ. എവിടെ? കൊല്ലത്ത് എവിടെ? നമ്മൾ കൊട്ടാരക്കരയാണ് നമുക്ക് ആക്ച്വലി പോകണ്ടേ. അതുവഴി പിന്നെ ഞങ്ങളുടെ നാടായ കിഴക്കേക്കല്ലട ആണ് നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴേ പുള്ളി പറഞ്ഞ് ഇതണക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമുക്കിത് അറിയില്ലായിരുന്നു. ഞങ്ങൾ ആക്ച്വലി കല്ലടയിൽ നിന്ന്, അതായത് ചിറ്റുമലയിൽ നിന്ന് ഞാനും അലക്സാറും കൂടെ നമ്മൾ തെങ്കാശി, എന്നിട്ട് അവിടെ തിരുവില്ലോമല കാണാനായിട്ടാണ് ഞങ്ങൾ ആക്ച്വലി പോയത്. അപ്പോൾ അടിപൊളി കണ്ടാണ്. സൂപ്പർ കാഴ്ച കേട്ടോ. മയിലേ കണ്ടാ സൂപ്പർ. നല്ല പീലി വിടർന്നിരിക്കുകയാണ്. അടിപൊളി. അവനെ വിട്ടിട്ട് പോകാൻ വയ്യ, പക്ഷെ എന്നാലും പോയേ പറ്റത്തുള്ളൂ. നമ്മൾ അതാണ്ട് ഇതുണ്ടോ, ഒരു അരുവിയാണ് അത്. ഉണ്ടാവും ജലമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ പറ്റി വരേണ്ടിയിരിക്കുന്നു. നമുക്ക് പോകേണ്ടിയിരിക്കുന്നത്. നമുക്ക് പോകണ്ടേ. നമ്മൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ആക്ച്വലി സമാധാനം. ഞങ്ങൾ തിരിച്ച് പോയതാണേ. അതായത് ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ചെങ്കോട്ട വഴി പോകാൻ ഉള്ള ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ വീണ്ടും തിരിച്ച്. പക്ഷേ ഈ പിള്ളേരെ കണ്ടപ്പോൾ, അർപ്പിത് എന്നാണ് ഒരു പയ്യൻ്റെ പേര്, പിന്നെ ഒന്ന് എന്താണ് ഇത് സാറേ, മറ്റേ കിരൺ അല്ല വിഷ്ണു അവർ രണ്ടുപേരും കണ്ടപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമില്ല ചേട്ടന്മാരെ ഞങ്ങൾ വരാൻ പറഞ്ഞു. ആ പിള്ളേരുടെ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ആനയുടെ ചൂരുണ്ട് കേട്ടോ. ആനച്ചൂര് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഫ്രണ്ടിൽ വന്ന് ഇരിക്കാം. പക്ഷെ അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് നമുക്കൊരു ഇഷ്ടമുണ്ട്. പക്ഷേ പേടിയുണ്ട്. അതിങ്ങനെ കണ്ടില്ലേ, കൊടുമ്പനമെന്ന് വെച്ചാൽ കൊടുമ്പനമാണ്. ഇനി ഏകദേശം നമ്മളൊരു 35 കിലോമീറ്ററോളം താണ്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ഏകദേശം പ്രോപ്പർ നമുക്ക് സേഫായിട്ടുള്ള ഒരു നമ്മളുടെ റോഡിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. മനോഹരമായ കാഴ്ചയാണ്. ഇനി സാറ് പറഞ്ഞോ സാർ എന്തെങ്കിലുമൊക്കെ. സാർ പറഞ്ഞോ യാത്രയെക്കുറിച്ചൊന്ന് പറഞ്ഞേ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തുടങ്ങിയാൽ കയറും വരെ കണ്ണു തുറന്ന് നോക്കുകയും കടലിൽ പിടിപ്പിക്കുകയും ചെയ്യാൻ കഴിയുന്നതിനുള്ള യാത്രക്കാർ പ്രകൃതി എത്ര കമനീയമായിട്ടാണ് മനുഷ്യരെ ആകർഷിക്കാൻ ശില്പങ്ങൾ ഓരോ നിമിഷവും. ആ കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യണമാർ നമ്മെ മാടി വിളിക്കുകയാണ്. നിരന്തരമായ സാറേ ഈ യാത്രയുടെ ഈ പേടിപ്പിക്കുന്ന ഈ ഒരു അനുഭവത്തെ കുറിച്ച് പറ. അതാണ് മെയിനായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് അറിയുന്നത്. നാടിൻ്റെ മനുഷ്യത പേടിപ്പെടുത്തുന്ന മഞ്ഞത കൃത്യമായി അനുഭവിച്ചു വന്ന യാത്രയാണ്. കോവിലിൻ്റെ പക്കത്തിൽ ഞങ്ങളിലുണ്ടായ ഉത്കണ്ഠയും ഞങ്ങളിലുണ്ടായ ഭയവും കൃത്യമായി മാറിക്കിട്ടിയെന്ന് തോന്നുന്നു. ശുദ്ധമായ വനം, അതിലൂടെ ഒറ്റപ്പെട്ട റോഡ്. ആനയുടെ മറ്റേ എന്താണ് അതിൻ്റെ എന്തിൻ്റെ പേര്? എല്ലാം അതിൻ്റെ പിണ്ടം വരും. സാറേ ഇവിടെ ആനച്ചൂരുണ്ട് കേട്ടോ. ആനപ്പിണ്ടം അത് കണ്ട അല്പം ഉൾക്കിടലം തന്നെ ഉണ്ടായി. പക്ഷെ പകലിൻ്റെ അനവഹാരിതയും
ഞങ്ങൾ ആനപ്പിണ്ടത്തെ മറന്ന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് ഒരു അടച്ചൂട് അനുഭവപ്പെട്ടു. എന്നാൽ സാഹസികത മനുഷ്യനെ സന്തോഷത്തിലേക്ക് നയിക്കും എന്നത് ഒരു തത്വമാണ്. അതിസാഹസികത ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തെ ഏറെ ആഗ്രഹത്തോടെ നേരിടുകയാണ്. ഇങ്ങനെ വനപ്രദേശങ്ങളിലുള്ള ഈ നാടുകൾ ഇല്ല, നമ്മൾ ആശങ്ക ഒഴിച്ചിട്ടുമില്ല, പിന്നിട്ടില്ല. ഇനി നമുക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ ഇനിയുണ്ട്. നമ്മുടെ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണേ. ആണോ, ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ കാണുന്നത് ഇത് പ്ലാന്റേഷൻ, മനോഹരമായ തേക്ക് പ്ലാന്റേഷനാണ്. ഏകദേശം 5 അടി 6 അടി ആണോ, ഭയങ്കര വശത്ത് വൻവനം മലകൾ. ഈ റോഡ് ഇത്തിരിയും കൂടെ ഒരു സേഫ് റോഡായെന്ന് തോന്നുന്നു. അപ്പോൾ അത് നല്ല കണ്ടീഷൻ റോഡായെന്ന് തോന്നുന്നു. അവിടെ ഒരു 2-3 ചേട്ടന്മാർ ഒരു ഓട്ടോയൊക്കെ നിൽക്കുന്ന ചെറുതായിട്ട് ആശങ്കപ്പെട്ടൊഴിഞ്ഞ്, എന്നാലും പേടിയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള അവസ്ഥ എന്താണ് എന്നൊന്നും നമുക്ക് അത്ര വ്യക്തതയില്ല. പക്ഷേ നമ്മളെ വഴികാട്ടിയായിട്ട് വന്ന കുഞ്ഞുങ്ങളെങ്ങോട്ട് പോയി, മക്കൾ പോയി. പോട്ടെ, അവന്മാർ എന്തായാലും നമ്മളെ ആശങ്ക ഒഴിപ്പിച്ചെന്ന് അവന്മാരാണ്. കാരണം അവന്മാർ നമ്മളെ ഒന്ന് അനുഗമിച്ചില്ലായിരുന്നെങ്കിൽ ആക്ച്വലി നമുക്ക് ഇതൊരു പ്രശ്നമായിരുന്നു. ഇനി എനിക്കൊന്ന് ഇത്തിരി ഹൈറ്റുള്ള ഏരിയയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം കേട്ടോ, കൊടും വനമാണ് കേട്ടോ, നിപ്പിട്ട വനമാണ്. വീണ്ടും സുഹൃത്തുക്കളെ, വീണ്ടും നമുക്ക് ആശങ്കയിലാണ്. കാരണം ആശങ്കയിലാണ് സാറേ. പാവൂരിട്ടി കടന്നു. പാവൂരിട്ടിയിൽ ഇപ്പോഴും വെള്ളമൊന്നുമില്ല. എല്ലാ ചെറുപുഴകളും എല്ലാം വണ്ടി വരണ്ടു. കല്ലുകൾ അവിടെ പ്രത്യേകിച്ച് മഴ കഴിയുമ്പോഴേക്കും അതാണോ ഇതെല്ലാം ഉണങ്ങിയിരിക്കുക. കുമ്പാവൂരിട്ടി വലിയൊരു ജലശേഖരമായി മാറും. ജലശേഖരം ഇല്ല, അതിനെ ഞാൻ ഉണങ്ങിയെന്ന് പറഞ്ഞത്. കണ്ട, വെള്ളമില്ല. പുഴ ഉണങ്ങി എന്ന് പറയുന്നത് തന്നെ പുഴ വെള്ളമില്ല അവിടെ കേട്ടോ. പക്ഷേ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ യാത്ര കേട്ടോ. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. നിങ്ങൾ ആക്ച്വലി ഈ പാത യാത്രയിൽ ഒന്ന് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കാം. കാരണം എനിക്കിപ്പോഴും നമ്മളിപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഈ എൻഡ് എവിടെ വന്ന് ടച്ച് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. സാറ് പറഞ്ഞ് നമുക്ക് എവിടെയായിരുന്നു സാർ ഇത് നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്ന എവിടെ? അല്ല, അച്ചൻകോവിലും കഴിഞ്ഞിട്ട് വീണ്ടും കിലോമീറ്ററുകൾ പോകണ്ടേ? ഈ കാട്ടിക്കൂടെ തന്നെ പോകണ്ടേ? പുനലൂർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ തന്നെ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് 6:15 ഇറങ്ങിയതുണ്ട്. വെളുപ്പിന് 6:15 ഇറങ്ങി നമ്മൾ നേരെ എവിടെയാണ്, കൊട്ടാരക്കര വഴി പുനലൂർ വഴി ചെങ്കോട്ടയിൽ നിന്ന് പിന്നെ തെങ്കാശി പോയില്ല. പിന്നെ ഇതാണ്, ഈ മക്കളാണ് ഞങ്ങളെ അനുഗമിക്കുന്നുണ്ട്. നമ്മെ കൊണ്ട് വെയിറ്റ് ചെയ്യാം. കിരണും അർപ്പിതും ആണ് ഞങ്ങളുടെ അടിപൊളി 2 മക്കളാണ്. ബസ് കഴിഞ്ഞവരാണ്. കൈ കൊടുക്കും മക്കളെ, അടിപൊളി. കണ്ടേ, ഇവർ 2 ഞങ്ങളുടെ പേടി മാറ്റി തന്നെ. എടുക്കുമല്ലേ? കുറച്ചും കൂടെ വീഡിയോ എടുത്തേക്കാം. ഇതൊരു മക്കളെ, ഇതെന്തോ മക്കളെ, ഇതെന്തൊരു പുഴയാടാ അത്? ഇതൊരു വെള്ളം. ഇതൊരു ടണലാണ്, അടിക്കൂടെ ടണലാണ്. കണ്ടേ, അയ്യോ, പടുകൂട്ടം മരങ്ങളുടെ ഇവിടെ ഇത്രയും തേക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടോ സാറേ. അടിപൊളി. 2 ചേട്ടന്മാരും വരുന്നു. അങ്ങനെ പേടി ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞു വരും. നമ്മളിപ്പം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴേ ഭയങ്കര ക്രിക്കറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്ന കേട്ടോ. മക്കളെ സാറേ നമ്പർ കൊടുത്തേ. 9633 83 60 12. ഗോപാൽ വിനോദ്, ഗോപാൽ കൃഷ്ണ വിനോദ് കിട്ടാ കേട്ടോ. ജിയോ.
വിളിച്ചായിരുന്നോ? 9633. ആ മണ്ഡലത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് വിളിച്ചാൽ മതി. അല്ല, വിനോദ് ഗോപാലകൃഷ്ണനാണ്. വിനോദ് എന്നിട്ടാലും മതി. 9633. പേര് വിനോദ്. ആ അല്ല, പിള്ളേർ നമ്മുടെ യാത്രയിൽ അവരാണ് നമ്മളെ സൂപ്പർ കാണാൻ യാത്രയാണ് കേട്ടോ. സാർ എങ്ങനെയുണ്ട് സാറേ ഇത് എക്സ്പീരിയൻസ്? ആക്ച്വലി ഇടയ്ക്ക് വെച്ച് മഴ പെയ്തപ്പോൾ സാർ പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പോകാമെന്ന്. എവിടെ നിന്നാണ്? മറ്റേ ചെങ്കോട്ട വെച്ച്. കാരണം നമ്മൾ ആക്ച്വലി എനിക്ക് സാറിനെ കാണിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ തിരുമലൈ കോവിലില്ലേ, ആ തിരുമലൈ കോവിലാകുന്ന എനിക്ക് സാറിനെ കാണിക്കാനുള്ളത്. അത് എത്തുന്നതിന് ഒരു 5 കിലോമീറ്ററിന് അപ്പുറത്ത് ഭയങ്കര മഴ. അപ്പോൾ സാർ പറഞ്ഞു പിന്നെ നമുക്ക് ഇനി തിരിച്ചു വിടാമെന്ന്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു കട ആനയുടെ മറ്റേ പിണ്ടം കിടപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം മരിച്ചിട്ടൊക്കെ അടിച്ചു പൊളിച്ചിട്ടൊക്കെ കേട്ടോ. കേട്ടോ മക്കൾ, ഇതൊക്കെ ആന പൊളിച്ചിട്ടൊക്കെയാണോ? ആശങ്ക ഒഴിയുന്നില്ലല്ലോ. എൻ്റെ വണ്ടിയുടെ സൗണ്ടാണ് ഈ കടകടാന്നടിക്കുന്നത്. നിങ്ങൾ ക്ഷമിച്ചേക്കുക. ഓക്കെ, നൈസ് എക്സ്പീരിയൻസ്.